ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ചില്ലി ചിക്കനാണ്. ഇത് ചൈനീസ് വിഭവമാണ്. ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ: ചിക്കൻ, ഇതൊരു 1/2 കിലോ, ഇത് എല്ല് മാറ്റിയതാണ്. അതുപോലെ തന്നെ സവോള, ക്യാപ്സിക്കം, പച്ചമുളക്, കോഴിമുട്ട ഒരെണ്ണം, സെലറി. ഇത് ഓപ്ഷനല്ല, പക്ഷെ ഇട്ട ടേസ്റ്റും ഫ്ലേവറും നല്ലതായിരിക്കും. അതുപോലെ പെപ്പർ പൗഡർ, ഓയില്, കോൺഫ്ലവർ, മൈദ, ഉപ്പ്, അജിനോമോട്ടോ. അതും ഓപ്ഷനല്ല, ആവശ്യമെങ്കിൽ മാത്രം മതി. അതുപോലെ സോയാ സോസ്, ചില്ലി സോസ്, ടൊമാറ്റോ സോസ്. നമുക്ക് ചിക്കനുള്ള ബാറ്റർ തയ്യാറാക്കാം. അതിന് വേണ്ടത് ഒരു 4 ടേബിൾ സ്പൂൺ മൈദ, ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ, അതുപോലെ കുറച്ച് പെപ്പർ പൗഡർ, ഒരു മുട്ട, അതുപോലെ ആ ചിക്കൻ ആവശ്യമുള്ള ഉപ്പ്. ഇത് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കുക ബാറ്ററിലേക്ക്. ഇത് കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു പാകത്തിൽ എടുത്തിട്ട് ഇതിലേക്ക് സെലറിയുടെ ലീഫ് ചെറുതായിട്ട് അരിഞ്ഞത് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഇത് ഓപ്ഷനിൽ ഇതെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് മിക്സ് ചെയ്യുക. ഇതൊരു 15 മിനിറ്റ്സ് ഇതിലൊന്ന് പിടിക്കാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം. ചിക്കൻ വറുക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ, ഇന്നത്തെ നമ്മൾ വെജിറ്റബിൾ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ചൂടായ എണ്ണയിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഇട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചൈനീസ് ഒക്കെ വെക്കുമ്പോൾ നമ്മൾ നല്ല തീയിട്ട് ഫ്രൈ ചെയ്ത് വേണം എടുക്കാനായിട്ട്. അതിൻ്റെ ഉള്ളൊക്കെ വേവുകയും ചെയ്യണം. നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ചിക്കൻ്റെ ഒരു സൈഡ് ഇപ്പോൾ ആയിട്ടുണ്ട്. അപ്പം നമുക്കതൊന്ന് മറിച്ചിട്ട്, ഇത് കണ്ട ഗോൾഡൻ കളറായി. ഈ ഒരു ഭാഗത്തിൽ നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുത്ത് മറ്റേ സൈഡ് നമുക്ക് വറുത്തെടുക്കാം. നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇപ്പം ചിക്കൻ്റെ എല്ലുണ്ടെന്ന് വലിയ കുഴപ്പമൊന്നുമില്ല. ഇത് ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് കോരുന്നു. ആ ചിക്കൻ വറുത്ത് മാറ്റിയതിന് ശേഷം ആ എണ്ണയിൽ തന്നെ നമുക്ക് ഈ ക്യാപ്സിക്കം ഒന്ന് വഴറ്റിയെടുക്കാം. ക്യാപ്സിക്കം ചെറുതായിട്ടൊന്ന് വഴങ്ങാൻ മതിയത്. ഇതിലേക്ക് ഒരു കുറച്ച് സെലറി ഇല്ലെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. കളറ് ഫെയ്ഡ് ചെയ്യാതിരിക്കാനായിട്ട് എപ്പോഴും ഒരു നുള്ളി ഉപ്പിട്ട് കഴിഞ്ഞാൽ കളറ് ഫെയ്ഡ് ആവില്ല. ക്യാപ്സിക്കം ഒത്തിരി വഴന്ന ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള, ഇത് ഞാനിപ്പോൾ 2 സവോളയാണ് അരിഞ്ഞിരിക്കുന്നത്. നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് സവോള അരിഞ്ഞിരിക്കുക. ഗ്രേവി നന്നായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി സവോള ആഡ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത് 4 പച്ചമുളക് തിരിച്ച് കട്ട് ചെയ്തത്. ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി. ചൈനീസിലൊന്നും നമ്മൾ ഓവർ കുക്ക് ചെയ്യേണ്ട ഒരു സാധനം. ഇതിലേക്ക് കുറച്ച് ഉപ്പിടുക. നമ്മൾ നേരത്തെ ബാറ്റർ തയ്യാറാക്കിയില്ലേ, അത് ആ ബാക്കി ഉള്ള ബാറ്ററിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് വെക്കണം നമ്മുടെ ഗ്രേവിക്ക് വേണ്ടിയിട്ട്. സവോള ഇപ്പോൾ ആവശ്യത്തിന് വഴഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഫുഡ് കളർ ആഡ് ചെയ്യാം. ഓറഞ്ച് റെഡ് കളറാണ് ഇവിടെ ആഡ് ചെയ്ത് വെക്കുന്നത്. തീ ഒന്ന് ചെറുതായിട്ട് കുറച്ചിട്ടിട്ട് നമ്മൾ
നമുക്ക് സോസുകളെല്ലാം ഇതിലേക്ക് ചേർക്കാം. ആവശ്യമുള്ള സോസ് എന്ന് പറഞ്ഞാൽ സോയാബീൻ സോസ്, അതൊരു 2 ടേബിൾ സ്പൂണോളം. പിന്നെ ഇതിലേക്ക് ചില്ലി സോസ്, ഇതൊരു 4 ടേബിൾ സ്പൂണോളം ചേർക്കണം. സോയ സോസ് എന്തേലും എടുക്കുന്നോ അതിൻ്റെ ഇരട്ടി വേണം ചില്ലി സോസ് എടുക്കാൻ കിട്ടും. അതുപോലെ ഏഷ്യൻ ടൊമാറ്റോ സോസ്. ടൊമാറ്റോ സോസ് ഒരു ടേബിൾ സ്പൂൺ യൂസ് ചെയ്താൽ മതിയോ, അല്ല ഒത്തിരി സ്വീറ്റായിട്ട്. ഇതിലേക്ക് നമുക്ക് സെലറി അരിഞ്ഞ് വെച്ചേക്കണം കുറച്ച് ആഡ് ചെയ്യാം. ഇതിലേക്ക് ഇത് ഓപ്ഷണലാണ് അജിനോമോട്ടോ. ഇത് ചൈനീസ് ഒരു ടേസ്റ്റ് സോൾട്ട് ആണ്, ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് ഇഷ്ടമില്ലാച്ചാൽ ഉപയോഗിക്കേണ്ട, ഇല്ല ചൈനീസ് ഇതെല്ലാം വേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ ഒരു പിഞ്ച് അജിനോമോട്ടോ നമുക്ക് അതിലേക്ക് ചേർക്കാം. പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ബാറ്ററിന്റെ ബാക്കിയിലേക്ക് ഒരു ഗ്ലാസ് വെള്ളവും കൂടി ആഡ് ചെയ്തതാണ്. ഇത് ഗ്രേവിക്ക് വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ഒഴിക്കാം. ഗ്രേവി ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് അതിലേക്ക് വെള്ളം ആഡ് ചെയ്യാം. എന്നിട്ട് ഇത് നന്നായിട്ട് തളിച്ചു കഴിയുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാം. അപ്പം അതൊന്ന് തിളക്കട്ടെ. ഉപ്പ് നമ്മൾ ചിക്കനും ചേർത്തിട്ടുള്ളതാണ്, ഈ ബാറ്ററിൽ ഉള്ളതാണ്. അപ്പോൾ ഉപ്പിന് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അപ്പം ഇത് തളിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് ആഡ് ചെയ്യാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നു. സിമ്മിലേക്ക് ഇടുക. ഞാനത് 2-3 മിനിറ്റ് ഒന്ന് ഗ്രേവി ഇതിലേക്ക് പിടിക്കാനായിട്ട് ഏറ്റവും സിമ്മിലേക്ക് ആക്കിയിടുക. ഗ്രേവി വേണ്ടെന്നുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിലിട്ട് നമുക്ക് ഇത്രയും വെള്ളം ഒഴിക്കണമെന്നില്ല, കുറച്ച് വെള്ളം ആഡ് ചെയ്താൽ മതി. ഇത് 2-3 മിനിറ്റ് അപ്പം നമ്മുടെ ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇതൊരു സെമി ഗ്രേവി പാകുക. ഇനി വേണമെങ്കിൽ ഡ്രൈ ആക്കാം, അപ്പോൾ അത്രയും വെള്ളം ആഡ് ചെയ്യണ്ട. അപ്പം നമുക്ക് ഒരു കാര്യമുള്ളത്, ക്യാപ്സിക്കം നമ്മൾ നേരത്തെ വഴറ്റി വെച്ചു. അത് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം മാത്രം ഇതിലേക്ക് ചേർക്കുക. ക്യാപ്സിക്കം ഇട്ടിട്ട് തിളപ്പിക്കാൻ പാടില്ല. വഴറ്റി വെച്ചിരുന്ന ക്യാപ്സിക്കം ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പം നമ്മുടെ ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു ബൗളിലേക്ക് സെർവ് ചെയ്യാം.